ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാപ്യത, തുല്യത ഈ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ ചില വർഷങ്ങളിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ GER ഏകദേശം 10% മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. പെൺകുട്ടികളുടെ GER 50%. ഈ നേട്ടം ഗുണമേന്മയുടെ അല്ലെങ്കിൽ മികവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കൈവരിക്കാനായിട്ടില്ല. അതുറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാം കാണേണ്ടത് NIRF റാങ്കിംഗ് അനുസരിച്ച് രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 കോളേജുകൾ കേരളത്തിലാണ്. അതായത് 21%. ഇതിനൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം അവയെല്ലാം സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളവയാണ് എന്നതാണ്. നാക്കിൻ്റെ ഗ്രേഡിങ്ങിൽ A++ ലഭിച്ച രാജ്യത്തെ 147 സ്ഥാപനങ്ങളിൽ 21 കേരളത്തിലാണ്. കേരളത്തിലെ 359 കോളേജുകൾക്കും 8 സർവകലാശാലകൾക്കും നാക്കിൻ്റെ അംഗീകാരമുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് ഈ നേട്ടങ്ങൾ മാത്രം മതിയോ? പോരാ എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മികവ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, രാജ്യത്തിന് പുറത്തുള്ളവർ തിരിച്ചറിയുന്ന നില വരണം. അതിന് സഹായകരമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം നമ്മുടെ കേരളത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ മികവിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളെ വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്നും വേറിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ജനപക്ഷ നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പൊതുസമൂഹവും ഇതെല്ലാം തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകളെ പറ്റി പറഞ്ഞിരുന്നു. അത് ഈ ദിശയിലുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു. അക്കാദമിക് രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളും കണ്ടെത്തലുകളും സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം പരിവർത്തനപ്പെടുത്താനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലകളിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആ പദ്ധതിക്കും തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള
നൂതന ആശയങ്ങളും അഭിരുചിയും നൈപുണ്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ LBS വിമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ കൂടി ഒരുക്കിയ സാറ്റലൈറ്റ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സാനിറ്റൈസർ കുഞ്ഞപ്പൻ 2 എന്ന റോബോട്ട്, പാലക്കാട് NSS കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തേങ്ങ ചിരകാനുള്ള ഉപകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും.